അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ള ദീനി സ്നേഹികൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ പവിത്രമായ ഈ ഒരു മജ്ലിസ്, ഈ ഒരു പരിപാടി അള്ളാഹുവിന് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള പരിപാടിയാക്കി തന്ന അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ കൊല്ലത്ത് നമ്മുടെ നബിദിന പരിപാടി ഇപ്പോൾ ഓൺലൈൻ വഴി ആയതുകൊണ്ട് നമുക്ക് ചില പരിമിതികൾ നമ്മുടെ മുമ്പിൽ നിൽക്കവേ ഇൻഷാ അല്ലാഹ് പരിമിതികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി നമ്മുടെ മഹലിൽ റാഹത്തായകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ പരിപാടി ആഘോഷിക്കുന്നുണ്ട്. അള്ളാഹു അത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലേക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്തിട്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയ്ക്ക് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നേതാവ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകനെ കുറിച്ച് നമ്മളെല്ലാവരും അറിയുന്നവരാണ്, നമ്മളെല്ലാവരും മദ്ഹുകൾ പാടി പറയുന്നവരാണ്, പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ നമ്മളെല്ലാവരും ഉരുവിടുന്നവരാണ്. എന്തിരുന്നാലും ലോകത്തിൻ്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവിടുത്തെ ഉമ്മത്തീങ്ങൾ എന്നോളം ആ പ്രവാചകന്റെ പ്രത്യേകതകളെക്കുറിച്ചും ആ പ്രവാചകന്റെ മഹത്വങ്ങളെക്കുറിച്ചും നമ്മളൊക്കെ അറിയൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ആരായിരുന്നു നമ്മുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ആ പ്രവാചകന്റെ പ്രത്യേകത മഹാന്മാർ ഓരോന്നും നമുക്ക് മുമ്പിൽ വിശദീകരിച്ച് നൽകുന്നുണ്ട്. പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂൽ മദീനത്തിൻ്റെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് മദീനത്തിൻ്റെ പള്ളിയിൽ പൂർവ്വകാല പ്രവാചകന്മാരുടെ മഹത്വങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിലേക്ക് മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കടന്നു വന്ന സഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, നിങ്ങൾ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, അത് ശരി തന്നെയാണ്. എന്നിരുന്നാലും ലോകത്ത് എത്രയോ പ്രവാചകന്മാരെ കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആ പ്രവാചകന്മാരിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിച്ചതും ആ പ്രവാചകന്മാരിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും നൽകി ആദരിച്ച പ്രവാചകൻ ഞാനാണെന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അവിടുന്ന് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, സ്വഹാബ, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ് സ്വഹാബ. അള്ളാഹു ഹബീബ് എന്ന സ്ഥാനം നൽകിയത് എനിക്കാണ് സ്വഹാബ. ലോകത്ത് എത്രയോ പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം അള്ളാഹു പേരെടുത്തിട്ടാണ് അള്ളാഹു ഓരോ പ്രവാചകന്മാരെയും അഭിസംബോധനം ചെയ്യുന്നത്. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു അഭിസംബോധനം ചെയ്യുന്നത് ആ പ്രവാചകന്മാരുടെ പേര് വിളിച്ചിട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുമ്പോൾ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു പേരെടുത്തിട്ട് വിളിച്ചിട്ടില്ല. അള്ളാഹു ഹബീബ് എന്നാണ് മുത്തുനബി തങ്ങൾ വിളിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹത്തോടുകൂടിയാണ് പടച്ച തമ്പുരാൻ അഭിസംബോധനം ചെയ്യുന്നത്. അവിടുന്ന് മുത്തുനബി തങ്ങൾ പറയുന്നു, സ്വഹാബ, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗം തുറക്കുന്നത് ഞാനാ സ്വഹാബ. ആ സ്വർഗത്തിലോട്ട് കടന്നു പോകുന്നത് ആദ്യമായിട്ട് കടന്നു ചെല്ലുന്നത് ഞാനാ സ്വഹാബ. ആ സ്വർഗത്തിൽ മഖാമുൽ മഹ്മൂദ് എന്ന സ്ഥാനം വഹിക്കുന്നത് ഞാനാ സ്വഹാബ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ പ്രവാചകന്റെ മഹത്വം എൻ്റെ വിശ്വാസികളെ ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്. ആ പ്രവാചകന്റെ പ്രത്യേകതകളെ കുറിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രവാചകൻ എങ്ങാനും നടന്നു പോകുമ്പോ ആ പ്രവാചകനെ കാണുമ്പോ മരങ്ങൾ പോലും പ്രവാചകനോട് സലാം പറയുമായിരുന്നു. വിശ്വാസികളെ,
നടന്നു പോകുമ്പോ റസൂലുള്ളാഹിന്റെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന മൺതരികൾ പോലും പ്രവാചകനോട് സലാം പറയുമായിരുന്നു. ചില ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പ് കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ, അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണെങ്കിൽ ഞങ്ങൾക്ക് ചില അത്ഭുതങ്ങൾ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. അള്ളാഹു പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് എന്ന് പറയുന്ന അനുഗ്രഹം നൽകുമല്ലോ, അത് ഞങ്ങൾക്ക് അനുഭവിച്ചറിയണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. അതുകൊണ്ടൊരു മുഅ്ജിസത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ നബിയേ എന്ന് റസൂലുള്ളാഹിന്റെ മുമ്പ് വന്ന് ചില ആളുകൾ വന്ന് പറയുമ്പോ മുത്തനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് അത്ഭുതമാ കാണേണ്ടത്? ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് സാക്ഷ്യം വഹിക്കാം, നിങ്ങൾക്ക് എന്ത് അത്ഭുതമാ കാണേണ്ടതെന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നു, യാ റസൂലല്ലാഹ്, ആ കാണുന്ന മരമുണ്ടല്ലോ നബിയേ, ആ കാണുന്ന മരമുണ്ടല്ലോ നബിയേ, അത് അങ്ങയോട് സലാം പറയുന്നത് ഞങ്ങൾക്ക് കാണണം നബിയേ എന്ന് മുത്തുനബിയോട് അവിടുന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങളെ ചെന്നിട്ട് ആ മരത്തിനോട് ഞാൻ വിളിക്കുന്നു എന്ന് ചെന്നിട്ട് പറയുമ്പോ ആളുകൾ അത്ഭുതത്തോടെ മരത്തിന്റെ ചുവട്ടിൽ ചെന്നിട്ട് മുത്തുനബി തങ്ങൾ വിളിക്കുന്നു എന്ന് പറയുമ്പോ ആ മരമതാ കടപുഴകാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് അതാ മരമതാ ഓടിച്ചെല്ലുകയാ. എന്നിട്ട് പറയുന്നു, ലബ്ബൈക യാ റസൂലല്ലാഹ്, എന്നെ വിളിച്ചോ നബിയേ, എന്നെ വിളിച്ചോ നബിയേ എന്നും മരം പോലും മുത്തുനബിയുടെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞിട്ട് അവിടുന്ന് കുശലം അന്വേഷിക്കുമ്പോ അത്രത്തോളം മഹത്വമുള്ള പ്രവാചകനാ വിശ്വാസികളെ. അതുകൊണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കുവാനും ആ പ്രവാചകന്റെ ചര്യകളെ തന്റെ ജീവിതത്തോട് മുറുകെ പിടിക്കുവാനും എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മൾക്ക് അതിലുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹവും അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോ മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അണപ്പല്ലുകൊണ്ട് നമ്മൾ കടിച്ചു പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവനേക്കാളും നമ്മുടെ എല്ലാ സകലമാന വസ്തുക്കളെക്കാളും നമ്മുടെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായ വിശ്വാസിയാകുന്നത്? ഒരു മനുഷ്യൻ എപ്പോഴാണ് പൂർണ്ണമായ വിശ്വാസിയാകുന്നത്? അവന്റെ ജീവനേക്കാളും അവന്റെ സമ്പാദ്യത്തെക്കാളും അവന്റെ ഭാര്യ മക്കളെക്കാളും ഈ പ്രപഞ്ചത്തെക്കാളും മുത്തുനബി തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വിശ്വാസിയാകുന്നത്, പരിപൂർണമായ വിശ്വാസിയാകുന്നതെന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ശരീരത്തെ മാറ്റി നിർത്തിയ പിന്നെ എൻ്റെ കുടുംബത്തെക്കാളും എൻ്റെ ഭാര്യയെക്കാളും എൻ്റെ മക്കളെക്കാളും എൻ്റെ സമ്പാദ്യത്തെക്കാളും അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നബിയേ എന്ന് പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പറയുമ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു, പോരാ ഉമറേ പോരാ, നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല, നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. നിന്റെ ഭാര്യയെക്കാളും മാത്രമല്ല, നിന്റെ മക്കളെക്കാളും മാത്രമല്ല, നിന്റെ കുടുംബത്തെക്കാളും മാത്രമല്ല, നിന്റെ ശരീരത്തെക്കാളും എന്നെ സ്നേഹിക്കുന്നവരെ ഉമറേ നീ പരിപൂർണ വിശ്വാസിയാകില്ലെന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോ ഞാനും നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാണ്, ഞാനും നിങ്ങളും ഒരുപാട് ഖുർആൻ ഓതുന്നവരാ വിശ്വാസികളെ. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ നടുവില്, നമ്മുടെ ഹൃദയാന്തരങ്ങളില്, നമ്മുടെ എല്ലാ സകലമായ വസ്തുക്കളെക്കാളും പ്രവാചകനെ സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ വിശ്വാസികളെ? അള്ളാഹു നമ്മൾക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മൾക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ. അറിയുമല്ലോ സഹാബത്ത് എങ്ങനെയാ പ്രവാചകനെ സ്നേഹിച്ചത്, ആ സഹാബത്ത് എങ്ങനെയാ പ്രവാചകനെ സ്നേഹിച്ചത്? അല്ലാഹുവേ, ആരംഭ റസൂലിനോട് വിട പറഞ്ഞു പോവുകയാ.
ആരംഭ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പോയി. പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ മദീന വല്ലാത്ത ദുഃഖത്തിലേക്ക് ആണ്ടുപോവുകയാ. റസൂലുള്ളാഹി ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ സഹാബത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. വിശ്വാസികളെ, മദീന മുഴുവനും കണ്ണീരിലോട്ടാണ്ടുപോവുകയാ. അല്ലാഹുവേ, ളുഹറിന്റെ ബാങ്ക് വിളിക്കാൻ സമയമായി. സഹാബത്തെല്ലാവരും മദീനത്തിന്റെ പള്ളിയിൽ എങ്ങനെ ഇരിക്കുകയാ? അറിയുമല്ലോ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, അവിടുന്ന് ബിലാൽ റളിയല്ലാഹു തആല കണ്ണീരോടെ ഇരിക്കുമ്പോ ളുഹറിന്റെ ബാങ്ക് വിളിക്കാൻ സമയമാവുകയാ. അവിടുന്ന് സഹാബത്ത് പറഞ്ഞു, ബിലാലേ, ബാങ്ക് വിളിക്കുന്നില്ലേ ബിലാലേ? ബാങ്ക് വിളിക്കാൻ സമയമായില്ലേ ബിലാലേ? അവിടുന്ന് കരഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ആരംഭ റസൂലില്ലാത്ത മദീന, എന്റെ പ്രവാചകനില്ലാത്ത മദീന, ആ മദീനയിൽ ബാങ്ക് വിളിക്കാൻ ബിലാലിനെ കൊണ്ട് കഴിയില്ല. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. അവിടുന്ന് പറയുന്നു, ബിലാലേ, ബാങ്ക് വിളിക്ക് ബിലാലേ, ബാങ്ക് വിളിക്ക് ബിലാലേ. അവസാനം മനസ്സില്ല മനസ്സോടെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹുവേ, മദീനത്തിന്റെ പള്ളി മുഴുവനും കോരിത്തെരിക്കുകയാ. അവിടുന്ന് ബാങ്കിന്റെ ഓരോ ലഫ്ളും ഇങ്ങനെ ഓതുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പൂർത്തിയാക്കാൻ ബിലാലിന് കഴിയുന്നില്ല. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു തആല കരയുകയാ. അവസാനം കരഞ്ഞ മദീനത്തിന്റെ പള്ളിയിലെ ബോധം കെട്ട് ബിലാൽ തങ്ങൾ വീഴുമ്പോ അവരൊക്കെ പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചവരാ. വിശ്വാസികളെ, അവരൊക്കെ പ്രവാചകനെ വല്ലാതെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവരാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി അധികാരം ഏറ്റെടുക്കുമ്പോ ഉമർ തങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഓരോ രാത്രിയും മദീനത്തിന്റെ തെരുവോരങ്ങളിലൂടെ ഉമർ തങ്ങൾ നടക്കുമായിരുന്നു. തന്റെ സമുദായത്തിന്റെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിച്ചറിയാ. ബിലാൽ റളിയല്ലാഹു തആല നടക്കുമ്പോ ഒരു വീടിന്റെ ചാരത്തിലൂടെ നടന്നു പോകുമ്പോ ആ വീടിന്റെ അകത്തളങ്ങളിൽ വല്ലാത്തൊരു സംഗീതം കേൾക്കുകയാ, വല്ലാത്തൊരു മദ്ഹ് കേൾക്കുകയാ. ആരുടെ മദ്ഹെന്നറിയുമോ? ആരുടെ മദ്ഹെന്നറിയുമോ? വിശ്വാസികളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ കേൾക്കുകയാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല വല്ലാതെ കാതോർക്കുകയാ. ആ വീടിന്റെ അകത്തളങ്ങളില് ഒരു വയോവൃദ്ധയായ ഉമ്മ ഇങ്ങനെ പാടുകയാ, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹി ലിത്വയ്യിബൂനൽ അഖിയാർ. അവസാനം പാടി ഉമ്മ കരഞ്ഞുകൊണ്ട് പാടുകയാ, അൽ യജ്മഅനി വഹബീബിദ്ദാ. അല്ലാഹുവേ, നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ എന്ന അർത്ഥം വരുന്ന വരിയങ്ങ് പാടിയപ്പോ അത് കേട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല വല്ലാതെ കരയുകയാ. ആ വീടിന്റെ വാതിൽ മുട്ടുകയാ. ഉമ്മ വാതിൽ തുറക്കുമ്പോ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമ്മ, എന്റെ ഹബീബിനെ കുറിച്ച് നിങ്ങൾ പാടിയ പാട്ടുണ്ടല്ലോ, എന്റെ ഹബീബിനെ കുറിച്ച് നിങ്ങൾ പാടിയ ബൈത്തുണ്ടല്ലോ, അത് ഒന്നുകൂടി പാടുമോ ഉമ്മ? അത് കേൾക്കാൻ വല്ലാത്ത ആനന്ദമാണ്, അത് കേൾക്കാൻ വല്ലാത്ത ആനന്ദമാണ്. അതുകൊണ്ട് ഒന്നുകൂടി പാടുമോ എന്ന് ചോദിക്കുമ്പോ മഹദിയായ പ്രിയപ്പെട്ട ഉമ്മയങ്ങ് പാടുകയാ.
അവിടുന്ന് അങ്ങ് പാടുമ്പോ ഉമർ തങ്ങളുടെ കണ്ണ് വല്ലാതെ നിറഞ്ഞു പോവുകയാ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഉമ്മയോട് പറയുന്നു, ഉമ്മ, എന്റെ ഹബീബിന്റെ തല വെട്ടാൻ, എന്റെ ഹബീബിന്റെ ശരീരങ്ങൾ വെട്ടിരിയാൻ ഊരിപ്പിടിച്ച വാളുമായി മക്കയുടെ തെരുവോരങ്ങളിലൂടെ കടന്നു വന്നവനാ ഞാൻ. എന്റെ ഹബീബിന് അവസാനം മനസ്സിലായിട്ട് ഇസ്ലാമിലോട്ട് ഞാൻ കടന്നു വന്നപ്പോ എന്റെ ജീവനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ഹബീബിനെയാ ഉമ്മ. എന്റെ മുത്തുനബി തങ്ങളെ കണ്ടിട്ട് എനിക്ക് പൂതിമതിയായിട്ടില്ല. എന്റെ ഹബീബിന്റെ ചാരത്തൊരുമിച്ച് കൂടിയിട്ട് എനിക്ക് മതിയായിട്ടില്ല. നാളെ പരലോകത്ത് വരുമ്പോ എന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുമ്മ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ ഉമ്മ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ അവരൊക്കെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഹബീബിനെ നമ്മുടെ ജീവനേക്കാളും നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ എല്ലാ സകലമായ വസ്തുക്കളെക്കാളും നമ്മുടെ ഹബീബിനെ നമ്മൾ മനസ്സിൽ ചേർത്ത് വെക്കുക. ആ ഹബീബിന് വേണ്ടി നമ്മൾ കണ്ടമാനം സ്വലാത്തുകൾ ചെല്ലുക. മുത്തുനബി തങ്ങളുടെ ചര്യകൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഓരോ മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കുക. അവസാനം ഈമാനോടെ ലോകത്തോട് വിട പറഞ്ഞു പോയി നാളെ പരലോകത്ത് വരുമ്പോ ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഒരല്പം നമുക്ക് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ നബിദിന പരിപാടിയിലേക്ക്, നമ്മുടെ ഭക്ഷണത്തിലേക്ക്, അന്നദാനത്തിലേക്ക്, മറ്റു കാര്യങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ നമ്മൾക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യുന്ന നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ആമീൻ പറയുക. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا يضافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനായ തമ്പുരാനെ അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതെല്ലാം മദ്ഹുകളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹുവേ, ഞങ്ങൾ ഓതുന്ന മൗലിദുകൾ, ഞങ്ങൾ ഓതുന്ന സലവാത്തുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ മുത്തുനബിയുടെ ചാരത്തേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മദീന സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ നബിദിന പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ സംഭാവനകൾ നൽകിയവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ സംഭാവനകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെന്തോ ഉദ്ദേശം വെച്ചിട്ടാണ് ഈ അന്നദാനത്തിലേക്ക് പരിപാടിയിലേക്ക് സംഭാവനകൾ നൽകിയത്, അത് മുഴുവനും നീ പൂർത്തിയാക്കി നൽകണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹബീബായ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. നാളെ പരലോകത്ത് മുത്തുനബിയുടെ ചാരത്ത് ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂടണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകത്തിന്റെ അദാബിനെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ ഈ നാട്ടിൽ താമസിക്കുന്ന വിശ്വാസികൾ അവരുടെ വീടുകളിൽ, കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ എല്ലാത്തിലും നീ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അഭിവൃദ്ധിയും സലാമത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രയാസങ്ങള്, കടങ്ങള്, രോഗങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്.
മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ നേരിടുന്ന എല്ലാ പരീക്ഷണങ്ങളും ഞങ്ങളെ നീ സലാമത്തിലാക്കണേ അല്ലാ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മൺമറയാ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്തല്ലാ മുത്തുനബി തങ്ങളെ കണ്ടുകൊണ്ട് സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നീ ഖൈറ് നൽകണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, നല്ല റാഹത്തോടെ ദീനി രംഗത്ത് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, മൺമറിഞ്ഞു പോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ തമ്പുരാനെ, സമാധാനത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا رب ارحمهما كما ربعنا صغارا. آمين برحمتك يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.